തോൽവിയിൽ നിന്നും ഒരു പാഠവും പിണറായി വിജയൻ പഠിച്ചില്ല എന്ന ആശ്ചര്യമാണ് ഇത് കാണുമ്പോൾ ഉള്ളത്. കാര്യം ഫലം വന്നത് 7-ാം ദിവസമാണ്. 7 ദിവസമായിട്ടും സംസ്ഥാനത്തിന്റെ കാവൽ മുഖ്യമന്ത്രി, പടിയിറങ്ങുന്ന മുഖ്യമന്ത്രി ആ തോൽവിയിൽ ജനങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ആരോ എഴുതി കൊടുത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനപ്പുറം പിണറായി വിജയൻ ഒന്നും പറയുന്നില്ല. 2011 VS സർക്കാർ ഇറങ്ങുമ്പോൾ പരാജയം നേരിട്ട അതേ ദിവസമാണ് വൈകിട്ട് VS അച്യുതാനന്ദൻ മാധ്യമങ്ങളെ കാണുന്നത്. അപ്പോൾ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അന്ന് സെൽഫി എടുക്കുന്നതും വിജയപ്രകടനം നടത്തുന്നതും സംസാരിക്കുന്നതും മാത്രമല്ല ലീഡർഷിപ്പ്. പരാജയം ഉണ്ടാകുമ്പോൾ അണികളിലേക്ക് കൂടുതൽ കരുത്തും ഊർജവും പ്രോത്സാഹനവും പകരുന്നതും ലീഡർഷിപ്പാണ്. എന്നാൽ ആ രീതിയിൽ ഒരു പ്രവൃത്തിക്ക് ഇതുവരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു തലമുറ മാറ്റത്തിന്റെ അനിവാര്യമായ ഘട്ടം ഇതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ജനവിധി. ഈ 35 സീറ്റുകൾ ഇപ്പോൾ LDFന് കിട്ടിയെന്ന് പറയുമ്പോഴും 10-12 സീറ്റുകളിൽ ഭൂരിപക്ഷം 3000-ൽ താഴെ മാത്രമാണ്. ചില സീറ്റുകളിൽ ഭൂരിപക്ഷം 3 അക്കം മാത്രമാണ്. അപ്പോൾ ദയനീയമായ ഈ ഒരു വിധിയെഴുത്ത് പിണറായി വിജയനെതിരായ വിധിയെഴുത്താണ്. അപ്പോൾ വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എന്തെങ്കിലും ഒരു സർക്കാർ സുഖ സൗകര്യങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ അദ്ദേഹം ചുമതലയേൽക്കുകയാണ് എങ്കിൽ അത് ഈ ജനവിധിയോടുള്ള അവഹേളനമാണ്. 52-ാമത്തെ വയസ്സിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയ നേതാവാണ് പിണറായി വിജയൻ. അപ്പോൾ ആ പിണറായി വിജയൻ തനിക്ക് ശേഷം പ്രളയം എന്നാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? മറ്റൊരു നേതാവ് ഈ പാർട്ടിയിൽ ഉയർന്നു വരേണ്ട എന്നാണോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഈ കൂട്ടങ്ങളൊക്കെ പറയുന്നത്? അപ്പോൾ എന്താകും പിണറായി വിജയൻ തീരുമാനം? പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഈ ചോദ്യം കേരളം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ തോൽവിയിൽ സമാധാനം പറയേണ്ട ഉത്തരവാദിത്തം പടിയിറങ്ങുന്ന മുഖ്യമന്ത്രിക്കുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അദ്ദേഹം അതിനിപ്പോഴും തയ്യാറാക്കുന്നത്? ജനങ്ങളെ ഇപ്പോഴും പിണറായി വിജയന് പുച്ഛമാണോ? ജനങ്ങളോടൊന്നും പറയണ്ട എന്ന ധിക്കാരമാണോ തോറ്റ് തുന്നം പാടിയിരിക്കുന്ന ഈ ഘട്ടത്തിലും? നമ്മൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്യൂ പ്ലീസ്.